അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പം ഞങ്ങൾ ചെറിയൊരു പൂന്തോട്ടത്തിലെ കുറച്ച് പൂക്കൾ ഇന്ന് വിരിഞ്ഞ 10 മണീൻ്റെ പൂക്കൾ, വാടാത്ത 10 മണീൻ്റെ ഇന്നത്തെ പൂക്കളാണ് കേട്ടോ ഇങ്ങക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കാഴ്ച കേട്ടോ. ഇതേ ഭംഗിയിലുള്ള പൂക്കളാണ് കേട്ടോ വിരിഞ്ഞത്. എന്താ പറയുക, ഒരു ചട്ടിയിൽ ഒരു കളറ് മാത്രം എന്നുള്ള ഇതിൽ വെച്ചതാണ്. അപ്പോൾ ഇതിൽ വേറെ പൂക്കൾ വിരിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ കളറ് മഞ്ഞ കളറിലുള്ള പൂക്കൾ വിരിഞ്ഞത്. അപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റിയത്. അതിന് ഇവിടെയൊക്കെ ഈ ഒരു ചെടി തന്നെ നട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അടുത്ത പൂക്കൾ ഇത് കണ്ടില്ലേ നിങ്ങൾ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നിറയെ പൂക്കളായിട്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ എല്ലാവരും ചെടികൾ നട്ട് പിടിപ്പിക്കട്ടോ. ഇത് കണ്ടില്ലേ, ഇതേ ഒരു സെയിം കളറിലാണ് ഈ പൂക്കൾ വരിക. ഈ പൂക്കളും വൈകുന്നേരം വരെ വാടാത്ത പൂക്കളാണ് കേട്ടോ. പിന്നെ അടുത്ത പൂക്കൾ വരുന്ന ഇതാണ് കേട്ടോ. ഇതും വൈകുന്നേരം വരെ വാടാത്ത പൂക്കളാണ്. നമ്മളെ വീട്ടിലെ ഇന്നത്തെ പൂക്കളാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളെ വീട്ടിലെ വാടാത്ത പൂക്കള്, വൈകുന്നേരം വരെ വാടാത്ത, രാവിലെ വിരിഞ്ഞാൽ വൈകുന്നേരം വരെ വാടാത്ത പൂക്കള ഒരു മനോഹരമായ കാഴ്ച കേട്ടോ. അപ്പൊ ഈ 10 മണി തന്നെ മതി കേട്ടോ നമുക്ക് പൈസ ഉണ്ടാക്കാനും വിറ്റ് ഒരു വരുമാന മാർഗം ആക്കാനും. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ 15 രൂപയെ വരുന്നുള്ളൂ ഈ ഒരു ചെടിയുടെ ഒരു തണ്ടിന്. അപ്പൊ നമുക്ക് എന്താ പറയാ, ആദ്യം ഒരു തണ്ട് വാങ്ങിയിട്ട് ഒരു ചട്ടിയിൽ ഉണ്ടാക്കുക. അതിങ്ങനെ വളർന്നു വരുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്ത് ആ ചട്ടിയിൽ തന്നെ അത് നട്ടുപിടിപ്പിച്ച് അപ്പൊ ആ ചട്ടി നിറയെ ബുഷായിട്ട് വളരും. പിന്നെ നമുക്ക് എന്താ പറയാ, മഴക്കാലാകുമ്പോൾ അത് എന്താ പറയാ, മഴ കൊള്ളാണ്ട് ഒരു സ്ഥലത്ത് വെച്ച് മാറ്റി വെച്ച് അതെല്ലാം എന്താ പറയാ, അടുത്ത വേനലാകുമ്പോൾ നമുക്ക് എടുത്ത് തിരിച്ച് നട്ട് പിന്നെ നമുക്ക് അതിൽ തൈകള് കമ്പുകൾ എടുത്തിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്ത് വീട്ടിൽ ഇരുന്നുകൊണ്ട് പുറത്തൊന്നും പോകാണ്ട് നമ്മളെ വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ട് നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് വിൽക്കേണ്ട എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിക്ക്. അപ്പൊ അത് ആ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുക. എല്ലാവരും അങ്ങനെയൊക്കെ വീട്ടിലിരുന്ന ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ വളങ്ങളും വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു തവണ വളം ചെയ്താൽ തന്നെ നമുക്ക് ഇത്രയും പൂക്കള് എന്താ പറയാ ദിവസവും കാണാൻ പറ്റും. ഇതിപ്പോ ഒരു വട്ടം ഈ 10 മണീന്റെ വേരുകളൊക്കെ ചെറിയ ചട്ടിയിൽ ഒതുങ്ങുന്ന വേരുകളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയാ ഉണ്ടാക്കാൻ എളുപ്പമുള്ള ചെടികളാണ് 10 മണി. അപ്പൊ അത് ആട്ടിൻ കാഷ്ടത്തിന്റെ പൊടിയാണ് നമ്മള് ഇതിനു വേണ്ടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് പോട്ട് മിക്സിൽ മാത്രം ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇടക്ക് വളം ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. പക്ഷെ ഇനി വളം ചെയ്യാനാവുന്നേ ഉള്ളൂ കേട്ടോ ഇതിനൊക്കെ, അതുകൊണ്ടാണ് ചെയ്യാത്തത്.
പിന്നെ എൻ്റെ ഈ 10 മണിത്തോട്ടം വരുന്നതിൻ്റെ അടുക്കള ഭാഗത്താണ് കേട്ടോ വരുന്നത്. അടുക്കള ഭാഗത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, ഇതാ എൻ്റെ അടുക്കളൻ്റെ ഒരു ഭാഗമാണ് വരുന്നത്. അടുക്കള മുറ്റം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ ഒരു ഭാഗത്താണ് ഞാൻ ഈ 10 മണി വെച്ചത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ വന്ന് ഒരു പഴയ മേശ ഇവിടെ ഇട്ടിട്ട് ഇപ്പോൾ വെറുതെ വന്ന് ഇവിടെ ഇരിക്കുക. പിന്നെ ആ സമയത്ത് നമുക്ക് നമ്മളെ ചെടികളൊക്കെ കാണാം. അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയുക, നമ്മളെ അടുക്കളയിൽ തന്നെ അങ്ങനെ ഒതുങ്ങി നിൽക്കാണ്ടൊന്ന് നമുക്ക് പുറത്തേക്ക് വന്ന് നമ്മളെ മനസ്സിനൊക്കെ ഒന്ന് ശാന്തമാക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഭാഗത്ത് കുറച്ച് ചെടികൾ വെച്ചത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഒന്ന് തൊട്ട് തലോടി നമ്മളെ മനസ്സിനെ ഒന്ന് ശാന്താക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ തൈകൾ വിൽക്കുമ്പോൾ അത് വില കുറച്ചുകൂടി കൂടും. നമ്മൾ കമ്പുകളാണ് നമ്മൾ കൊടുക്കുക, അധികവും കമ്പുകൾ തന്നെയാണ് കൊടുക്കുക. അപ്പോൾ കമ്പുകൾ കൊടുക്കുമ്പോൾ ഒരു കമ്പിന് 15 രൂപയാണ് വരുന്നത്. പിന്നെ ദൂരോട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കൊറിയർ ചാർജ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. 10 മണി നമ്മളെ കയ്യിൽ ഇതൊന്നും അല്ല കേട്ടോ ഉള്ളത്, വേറെയും വെറൈറ്റികളുണ്ട്. പക്ഷേ നമ്മൾ എന്താ പറയുക, രാവിലെ തൊട്ട് വൈകുന്നേരം, മറ്റേതൊക്കെ നമുക്ക് ഉച്ചയാകുമ്പോൾക്ക് വാടിപ്പോട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണെങ്കിലും ഉച്ചയാകുമ്പോൾക്ക് വാടിപ്പോവും. പക്ഷേ ഈ ചെടിയാകുമ്പോൾ ഇത് വൈകുന്നേരം വരെ വാടാണ്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.